ഇന്നെൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളെ മൊയ്തു പാലത്തിലേക്കാണ്. അതെന്ന് വെച്ചാൽ തലശ്ശേരിക്ക് പോകുന്ന വഴിക്ക് ഒന്ന് മൊയ്തു പാലം, പഴയ മൊയ്തു പാലം ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മെമ്മറീസാണ് ഈ ഒരു പാലം എനിക്ക്. കാരണം ചെറുപ്പത്തിലൊക്കെ ഈ പാലത്തിൻ്റെ കൈവരികളൊക്കെ കാണുമ്പോൾ, പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലമാണ്. കാരണം അത്രയും പവർഫുള്ളായിട്ടുള്ള പാലം എന്ന് വെച്ചാൽ ഇതിൻ്റെ നട്ടൊക്കെ കണ്ട ഇപ്പോഴും തുരുമ്പിച്ചെടുത്തിട്ടേ ഉള്ളൂ, പക്ഷേ ഒന്നും ഒട്ടും ഇളകിയിട്ടില്ല. അതായത് പാലത്തിൻ്റെ അടിഭാഗത്തുള്ള ഈ ഒരു ഭാഗത്തൊക്കെ കംപ്ലൈൻറ്റ് വന്നുകൊണ്ടാണ് ഈ പാലം പുതിയ പണിതത്. അല്ലെങ്കിൽ ഇപ്പോഴും ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ എന്ന് വെച്ചാൽ ആ ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ ഉള്ളത്. അവരെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള പ്രൊഡക്ഷനാണ് അവരുടെ. അതായത് എല്ലാം തുടങ്ങി വെച്ചിട്ട് അവർ അവസാനം എന്താ പറയണ്ടേ, ഇതൊക്കെ നമുക്ക് വിട്ടു തരുകയാണ് ചെയ്തത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഒരു മലയാളിയാണ്, മൊയ്തു എന്ന് പറഞ്ഞത്. അപ്പോൾ മൊയ്തു എന്നുള്ള ആ എഞ്ചിനീയറുടെ പേരാണ് ഈ പാലത്തിനിട്ടത്. അത് ഇതിൻ്റെ ഒരു സംഭവം മറ്റേ ഇതിന് കൊത്തിവെച്ച ആ ഭാഗത്ത് കാണാം, മൊയ്തു പാലം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സിൻസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ എഞ്ചിനീയർ ഒരു മലയാളിയാണ്, പക്ഷേ ബാക്കിയൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്തത് ബ്രിട്ടീഷുകാരാണ്. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ ഒരു പാലം പണിതത്. അത് അത്രയും പവർഫുള്ളായിട്ടുള്ള പാലം. അതായത് ഇതേപോലത്തെ പാലം തന്നെയാണ് നമ്മൾ ഇരട്ടിപ്പാലവും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൈവരിയാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് ഇതിൻ്റെ വെയിറ്റ് മൊത്തം ബാലൻസ് ചെയ്യുന്നത് ഈ ഒരു കൈവരികളാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഈ പഴയ പാലങ്ങളൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ആ ഓർമ്മകളാണ്. കാരണം ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും പഴയ വാഹനങ്ങളും ഒക്കെ ഇതിലൂടെ പോയ ഒരു ഓർമ്മ. പിന്നെ ഈ പാലത്തിലൂടെ ആദ്യം വരുന്ന വഴി എന്താ പറയണ്ട, ആദ്യം എല്ലാ വണ്ടികളും പോയിട്ട് മറ്റുള്ള വണ്ടികളൊക്കെ അവിടെ പോയി നിൽക്കും. എന്നിട്ട് ആദ്യം നമ്മൾ പോകുന്ന ഭാഗത്തുള്ള വണ്ടികളൊക്കെ കടത്തി വിട്ടിട്ട് വരുന്ന ഭാഗത്തുള്ള വണ്ടികൾ കടത്തി വിടും. അതായത് ഈ പാലത്തിൻ്റെ ഈ ഒരു ഭാഗം, അതായത് ഈ ടാർ ചെയ്ത ഭാഗത്ത്, അതായത് അതിൻ്റെ എന്നാ പറയണ്ടേ, തൂണുകളൊക്കെ വല്ലാത്ത ഇതിൽ ക്ഷയിച്ചു പോയിട്ട്, അതായത് കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെയൊക്കെ പവർ കുറഞ്ഞു പോയതുകൊണ്ടാണ് ഈ പുതിയ പാലങ്ങൾ ഇപ്പുറം പണിതത്. അതായത് ഈ ഒരു പുതിയ പാലം പണിയാനായിട്ടുള്ള മെയിൻ കാരണം. എന്തായാലും ഈ ഒരുപാട് കാലം മെയിൻ്റെനൻസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിലനിർത്താൻ പറ്റും. പക്ഷേ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ എന്നാ പറയണ്ടേ, അവരുടെ ട്രിക്ക് എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കരമായിട്ട്, അന്ന് ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലത്തും അവർ ഭയങ്കരമായിട്ടുള്ള ഓരോ സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തതാണ് ഈ ഒരു പാലം എന്ന് പറയുന്നത്. എന്നും ഒരു മെമ്മറീസാണ്. കാരണം എൻ്റെ ചെറുപ്പകാലത്തിൽ ഏറ്റവും എന്താ പറയണ്ടേ, നമുക്കൊക്കെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പാലമാണ് ഈ കാണുന്ന ഈ ഒരു മൊയ്തു പാലം.